ആധാരം അല്ലെങ്കിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ 100% ആ സ്ഥലം നിങ്ങളതാണ് എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ അത് തെറ്റി. കേരളത്തിൽ 1000-ഓളം വ്യക്തികൾക്കുണ്ടായ വലിയൊരു മിസ്റ്റേക്കിനെ പറ്റിയാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. മറക്കാതെ ഇത് ഫുൾ വീഡിയോ കാണുക. നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഇത് ഉപകാരപ്പെട്ടേക്കാം. 30 ദിവസം 30 ഇൻഫർമേഷൻ. ഡേ 2. ആധാരം രജിസ്റ്റർ ചെയ്തുകൊണ്ട് മാത്രം എല്ലാ നിയമവശങ്ങളും തീരുന്നില്ല. കാര്യം ഒരു വസ്തു രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഡോക്യുമെന്റ് ഏതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഈ ഡോക്യുമെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആധാരം രജിസ്റ്റർ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ആ വസ്തുവിന് ഇതിനു മുമ്പ് ആരെങ്കിലും ലോൺ എടുക്കാനായിട്ട് വില്ലേജ് ഓഫീസിൽ നിന്നും ലൊക്കേഷൻ സ്കെച്ച്, തണ്ടപ്പേര്, പൊസഷൻ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ടോ എന്ന് മസ്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. ആ ചെക്ക് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് വേറൊന്നുമല്ല, ഇതിനു മുമ്പ് ആരെങ്കിലും ലോൺ എടുക്കാൻ വേണ്ടി അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അതവിടെ ക്യാൻസൽ ചെയ്തിട്ടുണ്ടോ എന്ന് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുക. അതിന് ഈ വസ്തുവിന്റെ കരടച്ച രസീത് കൊണ്ട് വില്ലേജ് ഓഫീസിൽ പോയ ശേഷം ആ വസ്തുവിന് ഇതിനു മുമ്പ് ആരെങ്കിലും ലൊക്കേഷൻ സ്കെച്ച്, തണ്ടപ്പേര്, പൊസഷൻ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എടുത്തിട്ടുണ്ടെങ്കിൽ രജിസ്ട്രേഷന് മുമ്പ് മസ്റ്റായിട്ട് ആ വസ്തുവിന്റെ ഓണറിനെ കൊണ്ട് അത് ക്യാൻസൽ ചെയ്യിപ്പിക്കുക. ക്യാൻസൽ ചെയ്യിപ്പിച്ചാൽ മാത്രമേ നിങ്ങൾ വസ്തു രജിസ്റ്റർ ചെയ്ത ശേഷം നിങ്ങൾക്ക് ആ വസ്തുവിന് പോക്കോരു ചെയ്ത് കിട്ടത്തുള്ളൂ. പോക്കോരു ചെയ്താൽ മാത്രമേ ആ വസ്തു നിങ്ങളുടെ സ്വന്തമാവത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും ആ വസ്തു നിങ്ങളുടെ സ്വന്തമാവത്തില്ല. പ്രമാണത്തിൽ മാത്രം, റെക്കോർഡിക്കൽ മാത്രമായിട്ടിരിക്കും. ആ വസ്തു പ്രമാണം ചെയ്ത ശേഷം പട്ടയം പിടിച്ചില്ലെങ്കിൽ ഗവൺമെന്റിന്റെ മിച്ചഭൂമിയിലോ പുറമ്പോക്കിലോ അല്ലെങ്കിൽ ആ മുൻപുണ്ടായിരുന്ന ആ വ്യക്തിയുടെ പേരിലോ ആയിരിക്കും ആ വസ്തു നിലനിൽക്കുക. അത് പിന്നീട് ഒരു സമയത്ത് നിങ്ങൾക്ക് ഒത്തിരി ലീഗൽ പ്രശ്നങ്ങളിലോട്ട് അത് എത്താൻ ചാൻസ് ഉണ്ട്. ആ വസ്തു അങ്ങനെ പോക്കോരു ചെയ്യാതെ ദിവസങ്ങൾ താണ്ടി കഴിഞ്ഞാൽ പിന്നെ കളക്ടർ ഓഫീസിൽ നിന്നുള്ള സ്പെഷ്യൽ ഓർഡർ കൊണ്ട് മാത്രമേ അത് നിങ്ങൾക്ക് പോക്കോരു ചെയ്ത് കിട്ടത്തുള്ളൂ. ഒത്തിരി ലീഗൽ പ്രശ്നങ്ങളിലൊക്കെ അത് പോയേക്കാം. മറക്കാതെ വസ്തു വാങ്ങുന്നതിന് മുമ്പ് ഈ പറഞ്ഞ ഡോക്യുമെന്റ് നിങ്ങൾ മസ്റ്റായിട്ട് ചെക്ക് ചെയ്യുക. ഈ വീഡിയോ പറഞ്ഞ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഇത് ഷെയർ ചെയ്യുക. ലീഗൽ വശങ്ങളെ പറ്റിയുള്ള എന്ത് ഡീറ്റെയിൽ വേണമെങ്കിലും മറക്കാതെ ഞങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എന്നാൽ കഴിയുന്ന സപ്പോർട്ട് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. ഇതുപോലുള്ള പുതിയ വീഡിയോസിന് വേണ്ടി മറക്കാതെ ഞങ്ങളെ ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.